എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം. നിങ്ങളുടെ സ്കിന്നിൽ, അതായത് നിങ്ങളുടെ കവിളില് അല്ലെങ്കിൽ കയ്യില്, തോളില്, തൊടയില് ഒക്കെ ചെറിയ കറുത്ത പരുവരുത്ത കുരുകൾ പോലെ കാണാറുണ്ടോ? പൊതുവെ ഇത് ആക്നെ ആണെന്ന് പറഞ്ഞൊക്കെ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇതിന്റെ പേര് കെരാറ്റോസിസ് പില്ലാരിസ് എന്നാണ്. കെരാറ്റോസിസ് പില്ലാരിസ് എങ്ങനെ ഉണ്ടാവുന്നു? എക്സാക്ട്ലി ഇതിന്റെ കോസ് ഇതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഇതിൽ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിൽ പ്രോട്ടീനായ കെരാറ്റിൻ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അതായത് സ്കിൻ പോസിനെ അടയ്ക്കുന്ന രോമകൂപങ്ങളെ അടച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ക്ലോസ് ആക്കി കൊണ്ട് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കെരാറ്റോസിസ് പില്ലാരിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പൊതുവെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കത്തില്ല, വലിയ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പൊതുവെ ഒരു ചെറിയ ഇറിറ്റേഷൻ അവർക്ക് തോന്നാം. പിന്നെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു പരുവരുത്ത രീതിയിൽ നമുക്ക് സ്കിന്നിൽ ഒട്ടും സോഫ്റ്റ് അല്ലാത്ത രീതിയിൽ ഭയങ്കര ഡ്രൈ, ഒരു സാൻഡ് പേപ്പറിൽ തൊടുന്ന ഒരു ഫീലിംഗ് വരും. ഇതിനെ ചിക്കൻ സ്കിൻ എന്നും വിളിക്കാറുണ്ട്. നമ്മൾ ചിക്കൻ സാധാരണ ക്ലീൻ ചെയ്തതിന് ശേഷം ആ സ്കിൻ ഇരിക്കുന്ന രീതിയിലായിരിക്കും സാധാരണ ഇങ്ങനെയുള്ളവരുടെ സ്കിന്ന് കാണാം. ഇനി ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് ക്ലിനിക്കിൽ വരാറുണ്ട് ഇതേ കേസസ്. അപ്പോൾ ഇതിന്റെ ശരിക്കും പരിഹാരം എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്ഫോളിയേറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു സ്ക്രബിങ് ആക്ഷൻ ഒക്കെ തരുന്ന നല്ലൊരു എക്സ്ഫോളിയേറ്റർ, അതേപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറും നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇത് താനെ മാറിക്കോളും. പിന്നെ സാധാരണഗതിയിൽ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് യങ്സ്റ്റേഴ്സിലാണ്. ഒരു 30 വയസ്സിന് ശേഷം പൊതുവെ ഇത് താനെ സെറ്റിൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊരു വലിയ സീരിയസ് സ്കിൻ ഡിസീസ് ഒന്നുമല്ല, ഇത് തനിയെ കുറയും. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളിടത്തോളം സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ഓവറായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് എക്സസ് ആയിട്ട് കഴിക്കുന്നതിന് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ഒരു പരിധിവരെ നല്ലതായിരിക്കും. കാരണം എക്സാക്ട്ലി ഇതിന്റെ കോസ് ഇതാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എക്സസ് പ്രോട്ടീൻ ഇൻടേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഒരു എക്സ്ഫോളിയേഷൻ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ഒരു എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മൈക്രോഡെർമാബ്രേഷൻ അല്ലെങ്കിൽ പീൽ പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇതിന് വളരെയധികം ബെനിഫിഷ്യൽ ആണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. കൂടുതലായിട്ട് ദീർഘകാലം പോകുന്ന ഒരവസ്ഥയൊന്നുമല്ല. ഇത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാറുകയും ചെയ്യും. ഒരു നല്ല മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു മെയിൻ ഒരു കെയർ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരിലേക്കുമായിട്ട് ഷെയർ ചെയ്യുക.